ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആവാറായി. ലോ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേൺഷിപ്പിനുള്ള സമയമായി. അപ്പോൾ എന്താണ് ഇൻറ്റേൺഷിപ്പ്? ഈ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2025 അഡ്മിഷൻ എടുത്തവരെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ആണില്ലേ. അപ്പോൾ ആ കുട്ടികൾക്ക് 2025 അഡ്മിഷനുള്ള കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇൻറ്റേൺഷിപ്പ്, അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എവിടെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ 4 കാര്യങ്ങൾ പ്രധാനം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, എന്താണ് ഇൻറ്റേൺഷിപ്പ്? രണ്ടാമത്തെ കാര്യം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്റേൺഷിപ്പ്, ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? നാലാമത്തെ കാര്യം ദ പ്രൊസീജിയർ ടു ഡു ഇൻറ്റേൺഷിപ്പ്, എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്? അഞ്ചാമത്തെ കാര്യം വേർ ടു ഡു ഇൻറ്റേൺഷിപ്പ്, ഇൻറ്റേൺഷിപ്പ് എവിടെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം ഞാൻ ഇൻറ്റേൺഷിപ്പ് എന്താണെന്ന് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത് ലോ കോളേജിലെ സ്റ്റുഡൻസ് ചെയ്തിരിക്കേണ്ട ഒരു മാൻഡേറ്ററി അക്കാദമിക് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ഫീൽഡ് വർക്ക് ഇല്ലേ, ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു അക്കാദമിക് ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മൾ ഓരോ വർഷവും ഒരു ഫിക്സഡ് പീരീഡ്, നോർമലി ഒരു 4 വീക്സ് ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലീഗലായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഓക്കെ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെയിലി ബേസിസ് നമ്മൾ അവിടെ പോകുന്നു. നമ്മൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറി ആയിട്ടോ നമ്മൾ എഴുതി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ ഇൻറ്റേൺഷിപ്പ് തീരുമ്പോൾ ആ ബോഡി നമ്മൾ എവിടെയാണോ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ആ അതോറിറ്റി നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഓക്കെ, അതായത് ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്തു എന്നുള്ളൊരു തെളിവാണ് ഈ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും നമ്മൾ എഴുതിയ റിപ്പോർട്ട് അല്ലെങ്കിൽ ഡയറിയും കൂടെ നമ്മൾ കോളേജിൽ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചാർജ് ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് മാർക്ക് ക്യാരി ചെയ്യുന്നവർക്ക് നമ്മൾ അവസാന സെമ്മിൽ നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ വൈവേ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡയറിക്കും അതുപോലെ നമ്മൾ വൈവേയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് മാർക്കുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി അക്കാദമിക് ആക്ടിവിറ്റി അല്ലേ, മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം എന്നാണ്. ഓക്കെ, നമുക്കറിയാം, ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഇറ്റ് ഈസ് എ മാൻഡേറ്ററി അക്കാദമിക് ആക്ടിവിറ്റി. ഇതൊരു അക്കാദമിക് ആക്ടിവിറ്റിക്ക് അപ്പുറം തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ലോ കോളേജിൽ നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കുന്നു, നമ്മൾ അവിടെ സബ്ജക്റ്റ് കുറേ പഠിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ സബ്ജക്റ്റ് ഇങ്ങനെ ഇന്ന സെക്ഷൻ ഇത്, ആർട്ടിക്കിൾ ഇത്, അത് ഇത് എന്നൊക്കെ ഉള്ള ഒരുപാട് സബ്ജക്റ്റ് നോളജ് നമ്മൾ കിട്ടുന്നു. നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണ്ട നമുക്ക് ഇല്ലേ. ലീഗൽ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളൊരു കാര്യമാണ് ഇല്ലേ, ചുമ്മാ സബ്ജക്റ്റ് മാത്രമല്ല. ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ, നമ്മൾ എവിടെയെങ്കിലും റിക്രൂട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ വിജയിക്കുള്ളൂ. സ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കീ. സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ കീ ആയിട്ടുള്ള ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പാണ്. ഇറ്റ് ഈസ് എൻ അണ്ടർ റേറ്റഡ് ആക്ടിവിറ്റി. ഒരു അണ്ടർ റേറ്റഡ് ആക്ടിവിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ 5 വർഷമാണെങ്കിൽ 5 ഇയർ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നതിന് 5 ഇൻറ്റേൺഷിപ്പുകൾ വരും ഇല്ലേ. 4 വീക്സിൻ്റെ 5 ഇൻറ്റേൺഷിപ്സ്. 3 ഇയറുകാർക്കാണെങ്കിൽ ഇത് അവർക്കും എന്താ പറയുക 4 വീക്സിൻ്റെ 3 ഇൻറ്റേൺഷിപ്സാണ് വരും. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പുകളെല്ലാം ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ചടങ്ങ് പോലെ ചെയ്ത് തീർക്കാൻ നിൽക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള കോൺടാക്ട്സ് കിട്ടും, പരിചയങ്ങൾ കിട്ടും ഇല്ലേ. കോൺടാക്ട്സ് ഉണ്ടാക്കി നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളേജ് അക്യൂർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈഫിൽ വിജയിക്കുള്ളൂ. മിയർ ബുക്ക് നോളേജും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇൻറ്റേൺഷിപ്പ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം, അതൊരു അക്കാദമിക് ആക്ടിവിറ്റിയാണ്. പിന്നെ ഈ LLB കഴിഞ്ഞ് മറ്റേ കോർപ്പറേറ്റ് ലോ ഫീൽഡിലേക്ക്, കോർപ്പറേറ്റ് മേഖലയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ലോ കോളേജിൽ പഠിക്കുന്നത് എനിക്കറിയാം. ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് LLB കഴിഞ്ഞ് കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ഇൻറ്റേൺഷിപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഒരു കോർപ്പറേറ്റ് മേഖലയ്ക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മുടെ CV ആണ് പ്രധാനമായിട്ട് നോക്കുക. ആ CVയിൽ നമ്മൾ എവിടെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിനുള്ള ഒരു കീ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഏറ്റവും വലിയ ലോ ഓഫീസുകളിലും അതുപോലെ നല്ല ലോ ഫേംസ്, അതുപോലെ തന്നെ നല്ല കോർപ്പറേറ്റ് ഓഫീസുകൾ, വലിയ കമ്പനീസ്, അവിടെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു എക്സ്പോഷർ കിട്ടും. നമുക്ക്
ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ പൊതുവെ കോർപ്പറേറ്റ് കൾച്ചർ കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ, ഇവിടെയൊക്കെ ഡൽഹിയൊക്കെ ഇവിടെയൊക്കെ കോർപ്പറേറ്റ് കൾച്ചർ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഓടിച്ചെന്നാൽ കിട്ടത്തിൽ നമ്മൾ റിപ്പീറ്റഡായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പല സ്ഥലത്തും ഇന്റേൺഷിപ്പിന് എടുക്കണമെങ്കിൽ അവർ ഇന്റർവ്യൂ പോലും കണ്ടക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ റിപ്പീറ്റഡായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ കിട്ടില്ല, അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയില്ലേ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ചിലപ്പോൾ ഫിഫ്ത്ത് ഇയറോ നമുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെയ്യുക, വളരെ പ്രധാനമാണ്. കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രാജുവേറ്റ്സ് ആണോ, LLB സ്റ്റുഡൻസ് ആണോ, നിങ്ങൾ നിങ്ങളുടെ CV ഡെവലപ്പ് ചെയ്യണം. ആ CV ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല നല്ല സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി അടുത്ത് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് പ്രൊസീജിയർ ടു ഡു ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധാരണ പ്രൊസീജിയർ, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹം എന്ന് ഞാൻ അവിടെ ആദ്യം പോയി ചോദിക്കും. ഏതാണ് അതോറിറ്റി? പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഞാൻ അവിടെ പോയി എന്ത് ചെയ്യുന്നത്, ഞാൻ ചോദിക്കും. ഇപ്പോൾ എന്താ പറയുക, എനിക്കിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം, ഇന്ന ദിവസങ്ങളിലാണ് എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവർ പറയും ഇന്ന പ്രൊസീജിയറാണ്. ചിലപ്പോൾ അവർ പറയും ഇന്റേൺഷിപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ അവർ പറയും ഇന്റേൺഷിപ്പിന് ഇന്ന പ്രൊസീജിയറാണ് അവർ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊസീജിയർ കൃത്യമായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോളേജിൽ പോകും. നമ്മൾ കോളേജിൽ പോയിട്ട് പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്റേൺഷിപ്പ്, പോലീസ് സ്റ്റേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം, ഡേറ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഒരു ബോണഫൈഡ് ലെറ്റർ കിട്ടും. ആ ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുക. അതായിരുന്നു ഞാൻ പഠിക്കുമ്പോഴൊക്കെ പ്രൊസീജിയർ. ഇപ്പോഴും എന്ത് ചെയ്യുക, പ്രൊസീജിയർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചാർജുള്ള ടീച്ചറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്റേൺഷിപ്പ് ടീച്ചറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, സംസാരിച്ച് ടീച്ചർ പറഞ്ഞു തരിക എന്താണ് പ്രൊസീജിയർ എന്ന് പറയും. പിന്നെ എവിടെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചില കോളേജുകളിലൊക്കെ ടീച്ചേഴ്സ് ഇന്റേൺഷിപ്പ് ചാർജ് ടീച്ചർമാർ പറയും നിങ്ങൾ ഇന്ന സ്ഥലത്തേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അവർ മാൻഡേറ്ററി ആയിട്ട് പറയും ഇന്നവിടെ ചെയ്യാൻ പാടില്ല, അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ചിലർ പറയും നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എവിടെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയി എന്ത് ചെയ്യുക, ചോദിക്കുക. ഇവിടെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം, ഞാൻ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത്, എനിക്ക് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെയാണ് ഇന്റേൺഷിപ്പ് വേണ്ടത്. അപ്പോൾ അവർ പറയും, ചിലപ്പോൾ അവർ പറയും ഇന്റേൺഷിപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ലെന്ന് പറയും, അല്ലെങ്കിൽ അവർ പറയും ഇന്ന പ്രൊസീജിയർ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇന്റേൺഷിപ്പ് ചാർജ് ടീച്ചറായിട്ട് വിളിക്കുക, ടീച്ചറോട് പറയുക ടീച്ചർ ഞാനിങ്ങനെ സമീപിച്ചു, അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞ് ചെയ്തില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൊസീജിയർ ടു ഇന്റേൺഷിപ്പിൽ വരങ്ങി. ഇന്റേൺഷിപ്പ് എവിടെ ചെയ്യാം? ഓക്കെ, ഇന്റേൺഷിപ്പ് എവിടെ ചെയ്യണം? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്യണം, വെസ്റ്റ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്യണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അവർ പറഞ്ഞു April 1 മുതൽ April 14 വരെ വന്നു എന്ന് പറയുന്നു. അപ്പോൾ April 1 ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനവിടെ പോകുന്നു, ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, ഞാൻ ഡെയിലി. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചില കോളേജിലാണെങ്കിൽ അവരൊരു ഇത്രയും ഫുൾ റിപ്പോർട്ടായിട്ട് വെക്കാൻ പറയും, അല്ലെങ്കിൽ ചില കോളേജിൽ അവർ പറയും നിങ്ങൾ ഡെയിലി എഴുതണം എന്ന് പറയും, ഡെയിലി റിപ്പോർട്ട് ഡയറി പോലെ എഴുതണം എന്ന് പറയും. ഓക്കെ, അത് ഞാൻ പറയും ഇന്റേൺഷിപ്പ് ചാർജ് ടീച്ചറായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളവിടെ പോകുന്നു, ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നു. കാരണം അവിടെ ക്രിമിനൽ ലോ ആണ് ഡീൽ ചെയ്യുന്നത് ഇല്ലേ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ഞാൻ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നോട്ട് ചെയ്യും. എന്നിട്ട് 14 ദിവസം 14 days ആണ് ഞാൻ ഇന്റേൺഷിപ്പ്. ആ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, അവിടുന്ന് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഈ റിപ്പോർട്ട് സഹിതം എന്ത് ചെയ്യും, കോളേജിൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളത്, വേർ ടു ഡു ഇന്റേൺഷിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ എവിടെയാണ് ചെയ്യുന്നത് അതിന് ലീഗലായിട്ടുള്ള ഒരു അപ്രോച്ചുള്ള സ്ഥലത്ത് പോയി ചെയ്യുക. ലീഗൽ അഫയേഴ്സ്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കുന്ന ലോ കോളേജാണ്, നാളെ നമുക്ക് ലീഗൽ ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ലീഗലായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുക. ലീഗൽ മാറ്റേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, അതിനൊരു ഗുണം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി ഇന്റേൺഷിപ്പ് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചില കോളേജുകളിൽ അവർ പറയും ഇന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റും, ചിലത്ത് പറയും എവിടെ വേണം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ലീഗൽ ഓഫീസുകൾ ഇവിടെ ഉണ്ട് ഇല്ലേ, ഒരുപാട്. ഇപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ ജഡ്ജസിൻ്റെ ചേംബറിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രൈബ്യൂണൽസ്, DRT, അതുപോലെ മറ്റേ KIT, അതുപോലത്തെ ട്രൈബ്യൂണൽസ്, ഈ ട്രൈബ്യൂണൽസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരത്തെ അഡ്വാൻസ് ആയിട്ട് 3-4 മാസം മുന്നേ പോയി ചോദിച്ച് വെക്കണം. കാരണം ഇന്റേൺഷിപ്പിൻ്റെ സമയമാകുമ്പോൾ പോയി അന്വേഷിച്ച് ചിലപ്പോൾ സ്ലോട്ട് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ മാത്രമാണോ ഇപ്പോൾ ലോ പഠിക്കുന്നത്, വേറെ ഇഷ്ടംപോലെ ലോ കോളേജുണ്ട് ഈ നാട്ടിൽ ഇല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇന്റേൺഷിപ്പ് പിള്ളേർ വരും. അപ്പോൾ നിങ്ങൾ ഇന്റേൺഷിപ്പ് ബ്രേക്കിനെ ഒരു 3-4 മാസം മുന്നേ നിങ്ങൾ ഇന്റേൺഷിപ്പ് നോക്കി വെക്കുക, എന്നാലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ആ സമയത്ത് പോയി നോക്കി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന LSA എന്ന് പറഞ്ഞാൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കെൽസി ഉണ്ട്, ഹൈക്കോടതിയിൽ കെൽസി ഉണ്ട്, പിന്നെ എല്ലാ ജില്ലകളിലും DLSAകളുണ്ട്, പിന്നെ നമ്മുടെ താലൂക്ക് ലെവലിൽ TLSAകളുണ്ട്. നമ്മുടെയൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വക്കേറ്റ്സ് ഓഫീസിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ എന്ത് ചെയ്യുക, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം അഡ്വക്കേറ്റ്സ് ഓഫീസിൽ. പിന്നെ കോർട്ട് ഓഫീസുകളിൽ ചെയ്യാൻ പറ്റും നമുക്ക്. കമ്മീഷൻസ് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകളുടെ പ്രൊബേഷൻ ഓഫീസ് അതുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആർബിട്രേഷൻ ഡീൽ ചെയ്യുന്ന ഓഫീസുകൾ, ആർബിട്രേഷൻ ബോഡീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് ഞാനൊരു ചെറിയ ലിസ്റ്റ് തന്നാൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളെ പറ്റി പറയും. ഇനിയും വേറെ നമ്മുടെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കേരളയുടെയും MGയുടെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വേറെ ഇതിൽ പറയാം. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5 ഇയറിൻ്റെ റെഗുലേഷൻ പ്രകാരം ഷുഡ് ഹാവ് കംപ്ലീറ്റ് എ മിനിമം ഓഫ് 20 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ്. അതായത് 5 years 20 വീക്സ്, അത് ഓരോ വർഷം 4 വീക്കിന് ഇന്റേൺഷിപ്പ്, അതായത് 5 into 4 20. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, NGOC ചെയ്യാൻ പറ്റും, ട്രയൽ ആൻഡ് അപ്പലേറ്റ്, ട്രയൽ കോടതികൾ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റും, അപ്പലേറ്റ് കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി പോലുള്ള കോടതികൾ പ്രാക്ടീസ് ചെയ്യുന്ന ജുഡീഷ്യൽ ഓഫീസ് ചെയ്യാൻ പറ്റും, ലീഗൽ റെഗുലേറ്ററി ബോഡീസ്, ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ്. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് പോയി ഇഷ്ടംപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ഓഫീസുകളുണ്ട് ഇല്ലേ. നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഫോർമേഷൻ കമ്മീഷനിൽ ഇന്റേൺഷിപ്പ്. ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ, നമുക്കറിയാം ട്രിവാൻഡ്രം പറഞ്ഞാൽ തലസ്ഥാനം, എല്ലാത്തിൻ്റെയും ആസ്ഥാനം അവിടെ വരുന്നത്. അവിടെ ഇഷ്ടംപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതർ ലീഗൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോ ഫേംസ്, കമ്പനീസ്, LSGs, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവിടെയൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലീഗലായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് ദാറ്റ് ഇന്റേൺഷിപ്പ് എനി ഇയർ കനോട്ട് ബി ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് മോർ ദാൻ 4 weeks. ഒരു വർഷം മാക്സിമം 4 weeks ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് 4 weeks ഈച്ച് ഇയർ, 5 into 4 into 5 years in 20 weeks. അങ്ങനെ ടോട്ടൽ 20 weeks ഇന്റേൺഷിപ്പാണ് നമ്മുടെ LLB ഡിഗ്രിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്യൂറിങ് സമ്മർ വെക്കേഷൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാലിക്കറ്റിലൊക്കെയാണ് മെയിനായിട്ട് സമ്മർ വെക്കേഷനിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ചിലവരൊക്കെ ഇന്റേൺഷിപ്പ് ബ്രേക്ക് കോളേജിൽ നിന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ആ ഒരു പീരീഡിൽ അവർ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് 5 ഇയറിൻ്റെ റെഗുലേഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ടോട്ടൽ 20 weeks ഓഫ് ഇന്റേൺഷിപ്പ് ആണ്. ഈച്ച് ഇയർ 4 weeks, അങ്ങനെ 5 years ടോട്ടൽ 20 weeks ഓഫ് ഇന്റേൺഷിപ്പ്. ഈ 3 year റെഗുലേഷൻ നോക്കാം, മിനിമം ഓഫ് 12 weeks ഇന്റേൺഷിപ്പ്. അപ്പോൾ 3 year എന്ന് പറയുമ്പോൾ 3 വർഷമാണ് അവരുടെ കോഴ്സ്. ടോട്ടൽ 12 weeks, ഓരോ വർഷവും 4 വീക്സിൻ്റെ 3 into 3 year ടോട്ടൽ 12 വീക്സിന് ഇന്റേൺഷിപ്പാണ് എന്ത് ചെയ്യുന്നുണ്ട് 3 year അവരുടെ കോഴ്സ് പീരീഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, 12 weeks ഓഫ് ഇന്റേൺഷിപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഇന്റേൺഷിപ്പ് ഡയറി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ഡയറി ആസ് പ്രിസ്ക്രൈബ് ബൈ ഫാക്കൽറ്റി പറയുന്ന പോലെ ഒരു ഇന്റേൺഷിപ്പ് ഡയറി പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്റേൺഷിപ്പ് പോയി അവിടെ ചെയ്യുമ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട്. ഓക്കെ, അതാണ് ഇന്റേൺഷിപ്പ് ഡയറി എന്ന് പറയുന്നത്. അതിന് 50 marks ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് 3 year ആയിക്കോട്ടെ 5 year ആയിക്കോട്ടെ ഇന്റേൺഷിപ്പ് വൈവേ ഉണ്ടാവും. ഓക്കെ, ഈ നമ്മൾ ചെയ്ത ഇന്റേൺഷിപ്പ്, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റെക്കോർഡ്, ഇതിന് മേളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈവ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം. സോ ട്രീറ്റ് ദിസ് ആസ് പാർട്ട് 1 വീഡിയോ. അപ്പോൾ ഇന്റേൺഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ ആക്ടിവിറ്റിയാണ്. എക്സ്പീരിയൻസ് അക്യൂർ ചെയ്യാൻ ഒരു ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് തന്നെ ചെയ്യുക, ഒരു ചടങ്ങ് പോലെ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസായിട്ട് ഞാൻ വന്നേക്കാം. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനായി അയച്ചു കൊടുക്കുക. താങ്ക് യു.